കുറേ കാലമായി ഇതിങ്ങനെ കേൾക്കുന്നത് മാത്രം. അതെ, ഉയർത്തും, വളർത്തും, വർദ്ധിപ്പിക്കും, ഫലം കായ്പിക്കും, അവിടെ കൊണ്ടെത്തിക്കും. അയ്യോ, എന്തൊക്കെ കേട്ടു. എന്നിട്ടെവിടെ? ദാ ഈ കിടപ്പ് തന്നെ, ഒരേ കിടപ്പ്. പലപ്പോഴും ചിന്തിച്ച് വല്ലാതെ നിലവിളിച്ച് പോയിട്ടില്ലേ, കർത്താവേ എന്നാലും നീ പണി തന്നല്ലോ. ഇവിടെ നിന്ന് ഒരു അടി, ഒരു ഇഞ്ച് ഉയരുന്നത് പോട്ടെ, ഒന്നും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലല്ലോ. ഇങ്ങനെയും ഒരു ഗതികെട്ട, ഇങ്ങനെയും ഒരു സ്വയം ശപിക്കുന്ന അല്ലേ? അവിടെ തന്നെ ഇട്ടിട്ട് കർത്താവ് പോയോ? ആർക്ക് കാണാൻ പറ്റാതെ, ആർക്കും വേണ്ടാതെ ഒതുക്കിയോ? ഇപ്പോൾ കർത്താവ് ഒതുക്കിയ പോലെ ആയില്ലേ? അപ്പോൾ മറുപടി ഉണ്ട് കേട്ടോ, മറുപടിയല്ല. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം വാക്യത്തിലൂടെ മറുപടിയിലേക്ക്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22 വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. ഒരു വൃക്ഷം. എന്നെ കേൾക്കുന്ന മുതിർന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വീടുകളിലെ തൊടികളിലൊക്കെ ഫലവൃക്ഷങ്ങളൊക്കെ നമ്മൾ മഴ സമയത്ത് വെച്ച് പിടിപ്പിക്കാറുണ്ട്. പ്ലാവും മാവും മറ്റു ചെറിയ വൃക്ഷങ്ങളും. അപ്പോൾ ഒരു ചെടി കൊണ്ട് കുഴിച്ച് വയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെ അതിനൊരു ചെറിയ വേലി കെട്ടും. എന്തിനാ? കോഴി കൊത്താതിരിക്കാൻ വേണ്ടി. ആടും മാടുമൊക്കെ കാണും, അത് കടിക്കാതിരിക്കാൻ വേണ്ടി. എന്നുവെച്ച് നിങ്ങളുടെ തൊടിയിലെ, നിങ്ങളുടെ പറമ്പിലെ മാവിലും പ്ലാവിലും ഒക്കെ ഇപ്പോഴും മറച്ച് കെട്ടി വിട്ടിട്ടുണ്ടോ? കോഴി കൊത്താതിരിക്കാൻ വേണ്ടി, ആട് തിന്നാതിരിക്കാൻ വേണ്ടി, പശു തിന്നാതിരിക്കാൻ വേണ്ടി? ഇല്ലല്ലോ. ആ വലിയ മരത്തിൻ്റെ ചുവട്ടിലല്ലേ കോഴി ചിക്കിച്ചികഞ്ഞ്? അതേ മരത്തിൻ്റെ ചുവട്ടിലല്ലേ ആ പശുവിനെ കെട്ടിയിരിക്കുന്നത്, ആടിനെ കെട്ടിയിരിക്കുന്നത്? എപ്പോഴാ? വളർന്നപ്പം. അതിനു മുമ്പേ അതാ, മറന്നതല്ല, വിട്ടുകളഞ്ഞതല്ല. നീ വൃക്ഷമാണ്. പൊടിച്ചു തുടങ്ങുമ്പോൾ ഒരു വേലി ആവശ്യമാണ്. ഒതുക്കിയതല്ല, മറച്ച് സംരക്ഷിക്കുന്നതാണ്. ഒരിക്കൽ കൂടി, സഹോദരി സഹോദര, നീ കരുതും പോലെ നിന്നെ ഒതുക്കിയതല്ല, തള്ളിക്കളഞ്ഞതുമല്ല, ഒരടി മുൻപോട്ട് വയ്ക്കുവാൻ കഴിയാതെ നീ കിടന്ന് അനുഭവിക്കുന്ന നരക ജീവിതം കണ്ട് ദൈവം ആസ്വദിക്കുന്നതുമല്ല, നിന്നെ വളഞ്ഞ് സംരക്ഷിക്കുന്നതാ. ഓ സ്തോത്രം! നീ ഒരു വടവൃക്ഷമായി തീരുവാൻ വേണ്ടി. അതേ സഹോദര, അവിടെ നീ വളരുവാൻ വേണ്ടി നിന്നെ എൻ്റെ ദൈവം മറച്ചു പിടിച്ചിരിക്കുക. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴെ മറയ്ക്കും പോലെ എന്ന് പറഞ്ഞാൽ, കോഴിയുടെ 2 ചിറകിൻ്റെയും കീഴെ എല്ലാ കാലത്തും 10-20 കോഴി കാണുമോ? നോ. കുഞ്ഞിലെ നീ വളരുമ്പോൾ നീ പുറത്തു വരും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നീ വളരാൻ വേണ്ടി ദൈവം മറയൊരുക്കുക. നിന്നെ കൈവിട്ടതല്ല, ഒതുക്കിയതല്ല. സഹോദര, ആ തൊഴിലിടത്തിൽ നീ ഒതുങ്ങിപ്പോയതല്ല, നിന്നെ ഒതുക്കിയതല്ല, ദൈവം നിന്നെ മറച്ചതാ നീ വളരുവാൻ വേണ്ടി. അവിടെ നീ വളരുവാൻ പോവുക. റാഥൂറിയ ശബല റധരേ ശന്ധാരകന. സഹോദരി, ഇതൊരു വളർച്ചയുടെ സമയമാണ്. നീ വളരുമ്പോൾ ആ മതിൽ മാറും. അയ്യോ പാസ്റ്റർ, ആർക്കും വേണ്ടാത്തവളായി, ഒന്നിനും കൊള്ളാത്തവനായി ഞാനിതാ ഇവിടെ എല്ലാവർക്കും കുറ്റം പറയാനും പരിഹസിക്കാനും കളിയാക്കാനും. അയ്യോ നോ, നീ വളരും. ഓ ഭാഷയ്ക്കനെ മതമേ, നിൻ്റെ മക്കൾക്കൊരു വളർച്ചയുണ്ട്. അമ്മേൻ. ഇപ്പോൾ സങ്കടം അവരെ കാണുമ്പോൾ, അവരായിരിക്കുന്ന അവസ്ഥ അറിയുമ്പോൾ. പാസ്റ്റർ, അവരാർക്കും വേണ്ട. എൻ്റെ പൊന്നു മോള്, അവൾ ആർക്കും വേണ്ട. അവളെ ഭർത്താവിന് വേണ്ട, അവളെ വീട്ടുകാർക്ക് വേണ്ട, അവളെ കൂട്ടുകാർക്ക് വേണ്ട, ഒന്നിനും കൊള്ളാത്തവളാ എൻ്റെ കുഞ്ഞ്, എൻ്റെ പൊന്നു മോള് മാറിപ്പോ. നോ, അവൾ വളരണം. അതിനൊരു മറവ് ആവശ്യം. എൻ്റെ ദൈവം അവളെ മറച്ചു പിടിച്ചിരിക്കുക. അവൻ വളരണം, അതിനവനെ മറച്ചു പിടിച്ചിരിക്കുക. ആ മറയ്ക്ക് മേലെ അവൻ വളരുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ. നോക്കൂ, യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷമായി വളർന്നു, നിറയെ ഫലം കായ്ച്ചു. അപ്പോൾ അവൻ മതിലിന് മുകളിലാണ്. ആമേൻ. മതിലിന് മുകളിലെത്തിയത് എവിടെ നിന്നാ? മതിലിൻ്റെ താഴെ നിന്ന് വളർന്ന
സ്തോത്രം. ആ മതിൽ ഈ ദൈവം ഒരു ഭയങ്കര സംഭവം കേട്ടോ. എനിക്ക് ദൈവത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് ഇയ്യോബിൻ്റെ ജീവിതത്തിലെ. നിങ്ങൾക്കറിയാമല്ലോ, ഇയ്യോബ് ഒരു ഭക്തനാണ്, പരമഭക്തൻ. അപ്പോൾ നമ്മളൊക്കെ ആദ്യം കേൾക്കുന്നതും ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും ഇങ്ങനെയായിരിക്കും. ഇയ്യോബ് സന്തോഷമായിട്ടിരുന്നപ്പോൾ ഇയ്യോബിൻ്റെ ജീവിതം കണ്ട് അസൂയ തോന്നിയ പിശാച് വന്നിട്ട് ദൈവത്തോട് അവകാശം ചോദിച്ചു. ഉടനെ ദൈവം എടുത്തങ്ങ് കൊടുത്തു. നീ കൊണ്ടുപോയി നശിപ്പിച്ചോ, നീ അടിച്ച് ചിതറിപ്പിച്ച് കളഞ്ഞോ. ബാലിശമായ ചിന്തയാണ് കേട്ടോ. ഇയ്യോബ് നല്ലവനായി ജീവിച്ചു. ദൈവം ഒരു ഭക്തനെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ഒരേ ഒരു ആഗ്രഹം എന്താ? ആമേൻ. നമ്മൾ ലോകം പഠിപ്പിക്കുന്ന പല പല ചിന്തകളും പഠന രീതികളും ഉണ്ട്. പഠന വൈകല്യമാണത്. എന്താ, നമ്മളിങ്ങനെ നശിച്ച് നാറാണക്കല്ല് പിടിച്ച് താടി ചൊറിഞ്ഞു അങ്ങനെ ഇരിക്കും. നോ. നിങ്ങൾ ആരുടെയെങ്കിലും മക്കളെ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു ഇവൻ ഇങ്ങനെ പല്ലിൻ്റെ ഇടയും കിണ്ടി താടി ചൊറിഞ്ഞ് ഇങ്ങനെ ഇരിക്കണമെന്നു? നോ. കാണുമ്പോൾ ഒരപ്പൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ ആഗ്രഹം എന്താ? ഇവൻ വളരണം, ഇവൻ ഇത്രയൊന്നും എത്തിയാൽ പോരാ. സ്തോത്രയില്ലേ? പഠിക്കുമ്പോഴെങ്കിൽ ഇവനൊരു 5 ഡിഗ്രിയെങ്കിലും കൊടുക്കണം, ഇവനെ ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, വളരണം. ഇത് പോരാ. മക്കൾ എത്രയൊക്കെ അച്ചീവ് ചെയ്താലും, മക്കൾ എത്ര ഉയരത്തിലെത്തിയാലും നമ്മുടെ അപ്പൻ്റെ ഉള്ള് അമ്മയുടെ ഉള്ള് അതിങ്ങനെ കിടന്ന് പിടച്ചുകൊണ്ടിരിക്കും. പോരാ, ഇനിയും പോ. അമ്മേൻ. സ്തോത്രം. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തിന് എങ്ങനെയായിരിക്കും? ഇതൊക്കെ ചിന്തിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പഠന വൈകല്യം പിടിച്ചവന്മാരുടെ പ്രസംഗം കേട്ട് ജീവിതം നശിച്ചു പോകും. നമുക്ക് മുമ്പിൽ ഒരു പുതിയ സീസണുണ്ട്. അവിടെ നമ്മൾ ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ മാത്രമേ ഈ സത്യങ്ങൾ അറിയാൻ പോരാ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കണം കേട്ടോ. മെസ്സേജൊക്കെ ഷെയർ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരാഗ്രഹമുണ്ട്, വളർച്ചയാണ്. അപ്പോൾ ഇയ്യോബ് വിശ്വസ്തനാണ്, നീതിമാനാണ്, ഭക്തനാണ്. 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹത്തിലുള്ള എൻ്റെ ഭക്തനായ മകൻ വർദ്ധിക്കണം. അങ്ങനെ അവനെ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്, കൗൺസിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിൽ. അപ്പോൾ പിശാച് കയറി വരിക. പിശാചിനെ കണ്ട ഉടനെ കൗൺസിലിനൊപ്പമുള്ള ദൂതന്മാരോട് ദൈവം പറഞ്ഞു, ഇനിയിപ്പോൾ പുതിയ പ്ലാനിംഗ് ഒന്നും വേണ്ട, ഒരു പണിക്കാരൻ വരുന്നുണ്ട്, അവനെ വിട്ട് അവൻ്റെ മതിൽ പൊളിപ്പിച്ചിട്ട് കുറച്ചങ്ങ് വിസ്താരം വരുത്താം. ഇരട്ടിയാക്കി കൊടുക്കാമെന്ന്. ഇത്രയേ ഉള്ളൂ. താഴെയാണെങ്കിലോ കഷ്ടത, പൊളിയുമ്പം കഷ്ടതയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് പണിത വീട്, പുതിയ വീട് വയ്ക്കാനായിട്ട് നമ്മൾ പൊളിച്ചാലും സങ്കടം വരും. വന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമാണ്. അത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ ആഗ്രഹം നീ വളരണം. പൊന്നു സഹോദര സഹോദരി, ദൈവത്തിൻ്റെ ആഗ്രഹം, എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം നീ വളരണം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു വന്നെന്താ, ചിലപ്പോൾ നിൻ്റെ പിശാചിനെ തന്നെ, നിൻ്റെ ശത്രുവിനെ തന്നെ, അത് മനുഷ്യനാകട്ടെ പിശാചാകട്ടെ, കർത്താവ് പ്രയോജനപ്പെടുത്തും. ഇവിടെ നോക്കൂ, ഇവൻ വളരണം. ആരാണ്? യോസേഫ് വളരണം. യോസേഫ് ദർശനമുള്ളവനാണ്, അപ്പൻ്റെ പ്രിയ മകനാണ്. മാതാപിതാക്കളുടെ പ്രിയ മക്കളെ, നിങ്ങളെ വളർത്തുക എന്നുള്ള ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാണ്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പ്രിയ മക്കളായിരിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ നിശ്ചയമായി വളർത്തും. അപ്പോൾ ഈ ഒരു മനുഷ്യനെന്ന നിലയിൽ ഇപ്പോൾ ഇയ്യോബിനോട് ചോദിച്ചാൽ ഇയ്യോബ് പറയും, ഞാൻ ഊസ് ദേശത്ത് മുഴുവൻ പ്രശസ്തനാണ്, എനിക്കിതൊക്കെ മതി, ഞാൻ ഹാപ്പിയാണ് കർത്താവ്. പക്ഷെ ദൈവമാണ് പറയുന്നത്, അതൊന്നും പറ്റത്തില്ല. യോസേഫിനോട് ചോദിച്ചാൽ യോസേഫ് പറയും, ഞാൻ ഹാപ്പിയാണ് കർത്താവേ, ഞാൻ അപ്പൻ്റെ പ്രിയ മകനാണ്, എൻ്റെ സഹോദരന്മാരുടെ പ്രിയ സഹോദരനാണ്, ഞാനിങ്ങനെ ഒരു ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ അല്ലേ സഹോദരി? നല്ല ജീവിതം ഓർത്ത് ഭയങ്കര സങ്കടമല്ലേ സഹോദര? ഞാൻ പലപ്പോഴും അങ്ങനെ ഓർത്ത് സങ്കടപ്പെടാറുണ്ട്. ഇപ്പോൾ സങ്കടപ്പെട്ട കർത്താവ് എന്നെ അടിക്കും. ആമേൻ. അതൊക്കെ മാറ്റി തന്നു കർത്താവ്, അതൊക്കെ മാറ്റി തരുമെന്നേ. അവരെല്ലാം ഒറ്റപ്പെടുത്തിയ, അവരെല്ലാം ഉപേക്ഷിച്ച, അവരെല്ലാം നിന്നെ, ആ സങ്കട കർത്താവ് മാറ്റിത്തരും. ആമേൻ. അപ്പോൾ നോക്കൂ, യോസേഫ് വളരേണ്ടത് യോസേഫിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല, ദൈവം ഇവനിൽ കാണുന്നൊരു പൊട്ടൻഷ്യലുണ്ട്, അത്രയും വളർച്ച ഇവനിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പൊട്ടക്കുഴിയെ ഒരു മതിലാക്കി മാറ്റി. സഹോദരന്മാർ വരെ എടുത്തൊരു പൊട്ടക്കുഴിക്കകത്തിട്ടു. ഉൽപ്പത്തി പുസ്തകം 37 മുതൽ നിങ്ങൾ വായിച്ചു നോക്കുക. ഒരു പൊട്ടക്കുഴിക്കകത്തിട്ടു. ദൈവം അതിനെ ഒരു മതിലാക്കി. ഇങ്ങനെ പൊടിച്ചു വരുന്നേ ഉള്ളൂ, ഒന്നും കാണാനില്ല, അപ്പനെ പോലും നോക്കിയിട്ട് കാണാനില്ല. അങ്ങനെ സ്വർഗത്തിലെ അപ്പം നട്ട ലോകത്തിലെ അപ്പന്മാർക്കൊന്നും കാണാൻ പറ്റത്തില്ല. പലർക്കും തന്നെ കാണാൻ പറ്റാത്തത് സ്വർഗത്തിലെ അപ്പം നട്ടതുകൊണ്ടാണ്. ആമേൻ.
ആമേൻ. അപ്പോൾ മതിൽ പണിക്കാരെ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് വിട്ടില്ല, അത് സഹോദരന്മാരെ തന്നെ വിളിച്ചു. മനസ്സിലായോ? ദൈവം സ്വർഗ്ഗത്തിൽ നിന്നും ആൾ വിടത്തില്ല, ഇവിടെ നിന്ന് എല്ലാവരെയൊക്കെ വിളിച്ച് നിർത്തി തരും. അവർ മതിൽ കിട്ടിയത് അത്രയേ ഉള്ളൂ. സങ്കടപ്പെടേണ്ടതേ. കൂടെ ജോലി ചെയ്യുന്നവർ മതിൽ കിട്ടിയതാണ്, കുടുംബക്കാർ മതിൽ കിട്ടിയതാണ്, സഹോദരന്മാരും ഒപ്പം ഉള്ളവരൊക്കെ മതിൽ കിട്ടിയതാണ്. കാണാനൊന്നും പറ്റത്തില്ല, തീരെ താഴെ. അത് കഴിഞ്ഞ് മിസ്രൈമിൽ പോത്തീഫർ എന്ന് പറയുന്ന അകമ്പടി നായകൻ്റെ വീട്ടിൽ, അവിടെയും ഒരു മതിൽ. സ്വർഗ്ഗത്തിൽ നിന്ന് പണിക്കാരെ വിട്ടോ? ഇല്ല. പോത്തീഫറിനെ കൊണ്ട് ദൈവം പണിയിപ്പിച്ചു. നോക്കിയിട്ടുണ്ടോ? കാണാനുണ്ടോ? ഇല്ല. വളർച്ചയില്ല. അപ്പോഴെങ്ങനെ കാണാൻ പറ്റും? അപ്പോൾ യോസേഫ് വിചാരിച്ചു കാണും, അവിടെ വലിയ ആളായി. കർത്താവേ, ഇത് മതി, ഞാനിവിടെ ഹാപ്പി ആയിട്ട് ജീവിച്ചോളാം, എനിക്ക് നിന്നെ ഭയങ്കര സ്നേഹമാണ്, വിശ്വസ്തനാണ് കേട്ടോ. നിങ്ങൾ ആ ഭാഗമൊക്കെ വായിച്ചു നോക്കണം. ഇതൊരു നമ്മൾ ഒത്തിരി തവണ ധ്യാനിച്ചിട്ടുള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് പ്രൈസർ ഫാമിലിക്ക് ഒപ്പമുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ വചനത്തിൽ നിൽക്കുന്നവരാണ്. സത്യമായിട്ട് ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷവും ഉള്ളത് പ്രൈസർ ഫാമിലി കുടുംബാംഗങ്ങളെ ദൈവവചനത്തിൽ നിർത്തുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ ചാരിതാർത്ഥ്യം. നിങ്ങൾ വായിച്ചു നോക്കുക, മുൻപുള്ള മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോൾ അതതിൻ്റെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ദൈവം തരുന്ന ആലോചനയ്ക്ക് അനുസരിച്ച് വിശദീകരണങ്ങളുണ്ട്. അപ്പോൾ അവിടെയും ദാവീദ് ഹാപ്പിയാണ്, അവിടെ യോസേഫ് ഹാപ്പിയാണ്. അതുകൊണ്ടാണ് പോത്തിഫറിൻ്റെ ഭാര്യ വരുമ്പോൾ യോസേഫ് ഓടി രക്ഷപ്പെടുന്നത്. മതി, ഓക്കെയാണ്. പക്ഷേ പുറത്തു വന്നിട്ടില്ല, മതിലിനകത്താണ്. അടുത്ത കാരാഗ്രഹത്തിനകത്തും അവിടെയും മതിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കാരാഗ്രഹത്തിനകത്താണ്. ഓർക്കേണ്ടവരൊക്കെ മറക്കുന്ന അവസ്ഥയാണ്. അവിടെയും യോസേഫ് പറയും, കർത്താവേ, ഇത് മതി, ഞാനിവിടെ ഹാപ്പിയാണ്. ഇത് നമ്മുടെ ചിന്തയാണ്, ഇത് മതി, ഇവിടെ മതി. ദൈവത്തിൻ്റെ ചിന്ത ഇതല്ല. ഓ സഹോദരൻ, നീ പറയുന്നോ ഇതെങ്കിലും നടന്നാൽ മതി, അതല്ല. മാതാവേ, നീ പറയുമ്പോൾ ഈ കല്യാണമെങ്കിലും നടന്നാൽ മതി, അല്ല. എങ്ങനെയെങ്കിലും അല്പം എവിടെയെങ്കിലും ഒരു ജോലി, അല്ല. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരു തുണ്ട് ഭൂമി, അവിടെ ഒരു വീട്, അല്ല. അതിനാണോ നീ ഇത്രയും കരഞ്ഞത്? അതിനാണോ നീ ഇത്രയും പ്രാർത്ഥിച്ചത്? അതിനാണോ നീ ഇത്രയും വാഗ്ദത്തം കേട്ടത്? അതിനാണോ നീ പലതും വിട്ട് കർത്താവിൻ്റെ പിന്നാലെ ഓടിയത്? അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോകാനാണെങ്കിൽ അവിടെ തന്നെ കിടന്നാൽ പോരായിരുന്നു. പണ്ടായിരുന്നതുപോലെ ഒരാൾ തീ കാട്ടും, ഒരാൾ മണിയടിക്കും. ഓ, അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. വിളിച്ചത് അതിനല്ല. അമ്മേൻ. കാരാഗ്രഹ പ്രമാണി കാരാഗ്രഹത്തെ മുഴുവൻ യോസേഫിനെ അങ്ങ് ഏൽപ്പിച്ചു. യോസഫ് പറയും, ഇത് മതി. നോ, കർത്താവ് പറയും, ആട് മേയ്ക്കാനല്ല നിന്നെ ഞാൻ വിളിച്ചത്, പോത്തിഫറിൻ്റെ ഭവനത്തിനകത്ത് മാവാട്ടാനല്ല വിളിച്ചത്, കാരാഗ്രഹത്തിലെ കണക്കെടുപ്പ് നടത്താനല്ല നിന്നെ ഞാൻ വിളിച്ചത്. നിന്നെ വിളിച്ചത് വാഴുവാൻ വേണ്ടിയാണ്. നിനക്ക് വേണ്ടി ഞാൻ മിസ്രൈമിലൊരു സിംഹാസനം ഒരുക്കുന്നുണ്ട്. ഒരു ഷെഖനെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ ചങ്കുറപ്പുള്ളവർ നെഞ്ചത്ത് കരവച്ച് പ്രാർത്ഥിക്കുക, യേശുവേ, നീ എനിക്കായി ഒരുക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഞാൻ റെഡിയാ. ഷെഖനെ, ഞാൻ കേട്ട വാഗ്ദത്തങ്ങളുടെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ, വാഴുവാൻ ഞാൻ റെഡിയാ. പ്രാർത്ഥിച്ചു തുടങ്ങും. അല്പം പാടാ. ആമേൻ. റെഡിയാണ് വാഴാൻ. ഉൽപ്പത്തി പുസ്തകം 41-41. മിസ്രൈമിൽ ഒരു സിംഹാസനം, പുതിയൊരു ഭരണാധികാരി, പുതിയ സിസ്റ്റം. നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, നിന്റെ ജോലി സ്ഥലത്താകാം, ബിസിനസ് മേഖലയിലാകാം, കുടുംബത്തിനകത്താകാം, വിദ്യാഭ്യാസ മേഖലയിലാകാം, സഭയിലാകാം, എവിടെയും പുതിയൊരു സിസ്റ്റം നിന്നിലൂടെ കർത്താവ് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ പോകുക. എത്ര പേർക്ക് വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? നിങ്ങളിലൂടെ. സ്തോത്രം. 41 എത്തിയപ്പോൾ, ഉൽപ്പത്തി പുസ്തകം 41-41 എത്തിയപ്പോൾ 37 തുടങ്ങിയ ജേണിയാണ്. മതിൽ ഉണ്ടോ? ഉണ്ട്. പക്ഷെ അതിന് മീതെയാണ്. ഈ മതിലിൻ്റെ ചുവട്ടിൽ മതിൽ കെട്ടിയ എല്ലാവരും ഉണ്ട്. ആദ്യം മതിൽ കെട്ടിയ സഹോദരന്മാർ ചാക്കുമായിട്ടുണ്ട്. ദൂത്. ആമേൻ. പോത്തീഫറിൻ്റെ ഭാര്യയും പോത്തീഫറും അകമ്പടി നായകന്മാരുമായിട്ടുണ്ട്. ദൂത്. കാരാഗ്രഹ പ്രമാണിയും മറന്നു കളഞ്ഞ പാനപാത്രവാഹകനും പിന്നാലെ യജമാനൻ എന്ത് കുടിക്കുന്നു, എപ്പോൾ കുടിക്കുന്നു എന്ന് ചോദിക്കുവാനുണ്ട്. ദൂത്. ഇനി എന്തിനധികം? മറച്ചത് ഒതുക്കുവാനല്ല, വളർത്തുവാനാണ്. ഇപ്പം മറച്ചിരിക്കുന്നത് പിശാചല്ല, ദൈവമാണ്.
ദൈവത്തിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് നീ വളരുവാൻ വേണ്ടി ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ആ വളർച്ചയിലേക്ക് എത്തിപ്പെടുവാൻ പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. ആ വളർച്ചയിലേക്ക് ഒറ്റയ്ക്കല്ല, നിങ്ങളവിടെ എത്തിക്കുവാൻ പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ഉപവാസമാണ്. ഞാൻ പിന്നെയും പറയട്ടെ, നിങ്ങളെ അവിധത്തിൽ ഒരുക്കിയെടുക്കുന്നത് ഉപവാസമാണ്, പ്രാർത്ഥന ഉപവാസവും. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് അവിധത്തിലൊരു വളർച്ച, ഒരു ഉയർച്ച പ്രാപിക്കുവാൻ പ്രൈസർ ഫാമിലിക്കൊപ്പം അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തോ. അതുപോലെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള ശുഭയാത്ര ശുഭദിനം നമ്മൾ ജനുവരി തൊട്ടായിരിക്കും റെഗുലറായിട്ട് നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കഴിയുന്നത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കർത്താവ് തന്ന നിയോഗത്തിനനുസരിച്ച് നമുക്കൊരു ഫുൾ ഫോമിൽ യാത്ര ചെയ്യണമല്ലോ. അതിനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഒരുങ്ങുക കേട്ടോ. ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഒത്തിരി തിരക്കുകളുണ്ട്. ജനുവരി മാസം ഫുൾ ഫാസ്റ്റിംഗ് ആണ്. ജനുവരി 1 മുതൽ 31 വരെ നമ്മൾ വളരും. ആമേൻ. അപ്പോൾ അതിനായിട്ട് റെഡി ആവുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപവസിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം ഉപവസിക്കാൻ പറ്റുന്നവർ കാണും, 2 ദിവസം 3 ദിവസം 21 ദിവസം ഉപവസിക്കാൻ പറ്റുന്നവർ കാണും. ചിലപ്പോൾ ചില മണിക്കൂറുകൾ മാത്രം. എന്തിനായാലും നിങ്ങൾ റെഡി ആയിക്കോ. വളർച്ചയുണ്ട്. കർത്താവ് നിങ്ങളെ വളർത്തും. വെള്ളിയാഴ്ച ഞായറാഴ്ച നമ്മുടെ മീറ്റിങ്ങുകളുണ്ട്. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനും വിളിക്കണം, മറക്കരുത്. വെള്ളിയാഴ്ച ഇടന്ന് രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് യൂട്യൂബിലൂടെ കണ്ട് കമൻറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ. വിളിച്ചിട്ട് കടന്നു വന്നു. ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. വൈകുന്നേരം 3 മണിക്ക് കാട്ടാക്കടയ്ക്കടുത്ത് കൊറ്റമ്പള്ളി കഴിഞ്ഞ് അമ്പലത്തിൻകാല എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ തൂങ്ങാമ്പാറ നിന്ന് അകത്തോട്ട് വരുന്ന വഴിക്കാണ്. അവിടെ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹമുണ്ട്, ദൈവികമായത് പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഒപ്പം നിൽക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ. സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. നമ്മളൊരു തുടക്കം, അവിടെ നമ്മുടെ ഒരു മിനിസ്ട്രിയുടെ അടുത്തൊരു കാൽവെപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കൂടെ കൂടിക്കോ, ഞങ്ങളുണ്ട്. നമുക്ക് ഒരുമിച്ച് വളരാം. മതിലുകൾക്ക് മീതെ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, പരാതി പറഞ്ഞ് പരിഭവം പറഞ്ഞ് ഒതുക്കി തള്ളി കളഞ്ഞു തഴഞ്ഞു ഇനിയും കൈവിടല്ലേ കർത്താവേ എന്ന പരാതിയും പരിവേദനവുമായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ അങ്ങ് പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്നവർ വളർന്ന് പുറത്ത് വരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. ഇവരുടെ വളർച്ച പൂർത്തിയാകട്ടെ. ഇവർ ഫലം കാഴ്ച തുറക്കട്ടെ. ഇവർ ഒതുങ്ങപ്പെട്ടു പോയ സ്ഥാനത്ത് നിന്ന് അങ്ങ് വളർത്തുന്നു എന്നറിയാതെ ശത്രു ഒതുക്കിയ സ്ഥാനത്ത് നിന്ന് ഇവർ പുറത്ത് വന്ന് ഫലം കായ്ക്കട്ടെ. റാധൂറിയ ശബലറതരബൗഡ ഷന്ധാർഗൻ യേശുവിൻ നാമത്തിൽ സ്വർഗമതകനെ ചെയ്യുന്ന കൃപയ്ക്കായി ജോലി സംബന്ധമായി ഒതുക്കപ്പെട്ടു പോയവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് വളർത്തണമേ. നല്ല ജോലികൾ നൽകി മാനിക്കണമേ. ജോലി സംബന്ധമായ എല്ലാ വിഷയങ്ങളും മാറിപ്പോകട്ടെ. വെല്ലുവിളികൾ മാറിപ്പോകട്ടെ. മാനുഷികമായ പൈശാചികമായ എല്ലാ പോരുകളും മാറിപ്പോകട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണമേ. പുതിയ ജോലികൾക്കുള്ള കാത്തിരിപ്പുകൾ കറുതി വരട്ടെ. വിദേശ ജോലിക്കായി ഒരുങ്ങിയായിരിക്കുന്നവർ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ആ തടസ്സം മാറട്ടെ. എല്ലാ തൊഴിൽ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. തൊഴിലിടത്തിൽ ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. തൊഴിൽ സംബന്ധമായി അനുഭവിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ ഇവർക്ക് ലഭിക്കട്ടെ. അനീതി അനുഭവിക്കുന്ന ചിലർ കോടതികളിൽ നിന്ന്, കുടുംബങ്ങൾക്കകത്ത് നിന്ന്, പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ നിന്ന് നീതി വെളിപ്പെടട്ടെ. എല്ലാ അനീതിയും മാറിപ്പോകട്ടെ. ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കട്ടെ. അവകാശങ്ങളുടെ പേരിലുള്ള കടന്നുകയറ്റങ്ങളും കയ്യേറ്റങ്ങളും അവസാനിക്കട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ അത് പ്രാപിക്കട്ടെ. യെസ്, ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ അത് പിടിച്ചെടുക്കുന്നു. യെസ്, അതങ്ങനെ സംഭവിക്കട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങ് സൗഖ്യമാക്കണം. എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ, മനസ്സിൽ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. ഡിപ്രഷനുകൾ മാറട്ടെ. ഉറക്കമില്ലായ്മകൾ മാറട്ടെ. മെഡിസിൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നവർ ഇന്നു മുതൽ സുഖമായി ഉറങ്ങട്ടെ. ഹെവി ബ്ലീഡിങ്സ് സൗഖ്യമാകട്ടെ. റാബാ ഷേഖേനെ. ജന്മനാനുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. നടക്കാത്ത കുഞ്ഞുങ്ങൾ നടന്നു തുടങ്ങട്ടെ. യെസ്, താങ്ക് യു ലോർഡ്. തലമുറകളുടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. മക്കളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കരങ്ങളിൽ അത് നൽകി മാനിക്കണമേ. അവരുടെ വിദ്യാഭ്യാസം, മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ.
അവർക്ക് മുമ്പിൽ കർത്താവ് വഴികളെ തുറക്കണമേ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരട്ടെ. ഉന്നത വിദ്യാഭ്യാസ മുഖാന്തരങ്ങൾ അവർക്കായി ഒരുങ്ങപ്പെടട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. മത്സര പരീക്ഷകൾ ജയിക്കട്ടെ. IELTS, OET, MOH എക്സാമുകൾ എഴുതുന്നവർ നല്ല റിസൾട്ട് നൽകണമേ. ലൈസൻസ് ടെസ്റ്റുകൾക്ക് റിസൾട്ട് നൽകണമേ. ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങൾ നൽകപ്പാ. പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. വലുതും ചെറുതുമായ ബിസിനസ്സുകളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ കടഭാരവും മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നടപടികളും ക്യാൻസലാകട്ടെ. താങ്ക് യു ലോർഡ്. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരടുത്ത് പറയുക. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, വളരാമെന്നേ. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ വളരണമെന്നാണ്. ഇനിയും നമ്മൾ തളർന്നത് മതി. തളർത്തുന്നവർക്കൊപ്പം അല്ല, വളർത്തുന്നവർക്കൊപ്പം വളരുന്നവരായി നമുക്ക് മാറാം. ദൈവം വെച്ചാൽ നാളെ ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയ്ക്കും ഹാവ് എ നൈസ് ഡേ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.